ഈ രാത്രി ഞാൻ എവിടെ പോയി ബിരിയാണി ഉണ്ടാക്കാൻ നിനക്ക്? എനിക്കിപ്പോ ബിരിയാണി കിട്ടിയ ഈ രാത്രി എങ്ങും കിട്ടൂല. വല്ല പൊറോട്ട ഇറച്ചി ആയിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരായിരുന്നു. ഇതുകൊണ്ട് പ്രശ്നം ഈ രാത്രി തന്നെ ഇവന് ബിരിയാണി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാം? അതിന് നമ്മളെ പരൂരിപ്പോ ബിരിയാണി ഉണ്ടല്ലോ, രാത്രിയും കിട്ടും. പരവൂരാ അങ്ങോട്ട് പോയാൽ നമുക്ക് കഴിക്കാൻ ബിരിയാണി. രാത്രി ആയാലും ബിരിയാണി കഴിക്കാൻ ഒരു കൊതി തോന്നിയ നേരെ കിസ്വ ബിരിയാണി ഹട്ടിലേക്ക് വന്നാൽ മതി. അടിപൊളി ബിരിയാണിയും കഴിച്ചു പോവാം. എന്താ മണം! സംഭവം കണ്ടില്ലേ? ഇത്രയാണ് ഒരു പ്ലേറ്റ് ബിരിയാണി. നോക്കി, നമുക്ക് പൊക്കാൻ പറ്റുന്നത്. നല്ല വെയിറ്റ് ആണ്. ഈ ഒരു പ്ലേറ്റ് നിറച്ച് വലിയ കിട്ടില്ലം പീസും നല്ല റൈസും. ഇപ്പൊ തന്നെ എന്റെ വിശപ്പ് കൂടിയിട്ടുണ്ട്, കഴിക്കാൻ തോന്നിയാണ്. അതായത് നമുക്ക് കഴിക്കാം. എനിക്കിവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബക്കറ്റ് ബിരിയാണിയാണ്. എന്റെ മക്കളെ അടിപൊളിയായിരുന്നു. കുറേ ചിക്കനും മസാലയും ചിക്കൻ ഫ്രൈയും സാലഡും അച്ചാറും ഒക്കെ വെച്ച് ഇങ്ങനെ തരും. ഇത് ബക്കറ്റ് അല്ല, ബക്കറ്റ് ബിരിയാണി. കണ്ടില്ലേ? ചിക്കൻ ഫ്രൈ, മുട്ട, അകത്ത് മസാല, ചിക്കൻ എല്ലാം ഉണ്ട്. ഗുമ്മാക്കി വെച്ചിരിക്കുകയാണ്. നീ വന്നാ ഒരു പിടി പിടിക്കാം. ഇത്രയും കൊടുക്കൂ, എല്ലാവർക്കും കൊടുക്കൂ. പൊന്നെ ചേട്ടാ, ഒരു സംശയം. എന്താണ് ഇത്? ഇവനെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണോ ഇത്രയും റൈസ് കൊടുത്തത്? അതല്ല, ഇവിടെ വരുന്ന മൊത്തം ആൾക്കാർക്ക് ഇങ്ങനെയാണ് റൈസ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ കഴിച്ചതിന് ശേഷം ആവശ്യമുള്ളത് വയർ വീക്കെ തരുകയും ചെയ്യും. അൺലിമിറ്റഡ് ആണ് സംഭവം. കൊള്ളാം കേട്ടോ. പേഴ്സണലി ചെറിയ അരിയാണ് ഇഷ്ടം. ഇവിടെയും ചെറിയ അരിയാണ്. എനിക്ക് ഈ പീസ് സ്പെഷ്യൽ ഇഷ്ടമാണ്. മുട്ട വരുന്നുണ്ട്, ഫ്രൈ വരുന്നുണ്ട്, ചിക്കന്റെ കാല്. എനിക്ക് ഒരു കാര്യം കിട്ടി. കല്യാണത്തിന് തലേന്ന് പോയി കഴിക്കത്തില്ല. എനിക്കൊന്ന് വേറെ ഒന്നും ഇല്ല കേട്ടോ. രാത്രി ബിരിയാണി കിട്ടും. വേറെ ഒന്നുമില്ല. അല്ലെ പിന്നെ നമ്മള് കൊല്ലത്ത് പോകണമെന്നില്ലേ? പള്ളിമുക്കിലോ ഒരിടത്ത് അങ്ങോട്ട് അങ്ങനെ ഏതോ ഒരിടത്ത് റയറായിട്ട്. ക്വാളിറ്റിക്ക് ഒന്നും വിഷയമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അൺലിമിറ്റഡ് എത്ര വേണമെങ്കിലും കഴിക്കും. ഇപ്പൊ നമ്മൾ മാത്രം അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലേ? ചേട്ടാ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചേട്ടന്റെ അടുത്തൂടെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ബിരിയാണി? ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ കയറിയത്. രാത്രി എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഒരു മനസ്സിൽ കയറിയതാണ്. ശരിക്കും ഞാൻ ആക്ച്വലി മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്താണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ പൊതുവെ ഈ മലബാർ ടേസ്റ്റ് സിംഗാവാറില്ല. ഇവിടെ ഇത് കഴിക്കുമ്പോൾ ഞാനതിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു മലബാർ ഒരു ടേസ്റ്റ് ബിരിയാണിക്ക് ഉണ്ട്. ഇത് പിന്നെ എന്താ പറയുക, വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു വർത്താനാണ്. പിന്നെ ഒരു മലബാർ കോഴിക്കോട് വെച്ച് ബിരിയാണിക്ക് ഫീൽ ചെയ്തു. ചേട്ടന്റെ പേരെന്താണ്? ബാസിം. ചാത്തന്നൂർ സ്കൂളിലാണ് ടീച്ചറാണ്. പലതരം ജ്യൂസുകളും ഷേക്കുകളും ഫെലൂഡയും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ലൊക്കേഷൻ നമ്മളെ പരിചയപ്പെടുത്തിയത് എന്റെ പരവൂർ പേജാണ്. സൂപ്പർ ആണോ? കണ്ടില്ലേ? അങ്ങനെ ജ്യൂസിന്റെ തന്നെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. മൊജിറ്റോസ് ഉണ്ട്, ഹെൽത്തി ഓപ്ഷൻ ഉണ്ട്, ABC ജ്യൂസ് എല്ലാം ഉണ്ട്. ബിരിയാണി കിട്ടില്ല എന്നുള്ള സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓർഡർ അനുസരിച്ച് അവർ ബിരിയാണി ചെയ്തു. നമ്മൾ ബിരിയാണി കഴിച്ചു. നീ ജ്യൂസും മൊജിറ്റോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടിച്ച് ഫിനിഷ് ഒറ്റയടിക്ക് ഫിനിഷ് ചെയ്ത്. ഇത് വാട്ടർമെലൻ മൊജിറ്റോ വിത്ത് സോഡ. സംഭവം ഈ ബിരിയാണി കഴിച്ചിട്ടേ എനിക്ക് ഈ ഗ്രേപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷനും ഉണ്ട്. നമുക്ക് ബിരിയാണിയും കഴിക്കാം. ബിരിയാണി കഴിച്ചിട്ട് ഒരുപാട് വെറൈറ്റി ജ്യൂസുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതും കഴിക്കാം, അല്ലെങ്കിൽ മൊജിറ്റോ കഴിക്കാം. നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് പരവൂർ SNBRC ബാങ്കിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ആജി സ്റ്റോറിന്റെ ഫ്രണ്ടിലായിട്ട് കിസ്വ ബിരിയാണി. അപ്പൊ ഇതാണ് നൈറ്റ് നമുക്ക് പരവൂർ ബിരിയാണി കിട്ടുന്ന സ്പോട്ട്.